അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലോക്പാലിനെ കുറിച്ചാണ്. അപ്പോൾ ലോക്പാൽ എന്ന് പറയുന്നത് യൂണിയന് വേണ്ടിയിട്ടുള്ളതാണ്. ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി കറപ്ഷനാണ്. കറപ്ഷൻ എഗനിസ്റ്റ് ആയിട്ടുള്ളതാണ്. അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പബ്ലിക് സർവൻസിൻ്റെ അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോക്പാൽ ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ ലോക്പാൽ യൂണിയനിലുള്ളതാണ്. ലോകായുക്ത എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ളതാണ്. അപ്പോൾ ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് നിയമം വന്നത് 2013 ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് നിയമം വഴി പാർലമെൻറ്റിലെ നിയമം വഴി ഉണ്ടാക്കിയെടുത്തതാണ്. നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് കറപ്ഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, എൻക്വയറി ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓംബുഡ്സ്മാനെ പോലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് ഈ ലോക്പാൽ ലോകായുക്തയൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരുടെ അഴിമതി നോക്കി കാണാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാൻ ഉണ്ടായിരുന്നു. അതേ ഫങ്ഷൻ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ അത് ലോക്പാൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഇതുമായിട്ട് വരും, യൂണിയൻ ഇതുമായിട്ട് വരുന്നതാണ്. ലോകായുക്ത ഈസ് ഫോർ ദ സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പറ്റും. അപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഈ ഒരു സ്വീഡനിലാണ് ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വന്നത്. സ്വീഡനിലാണ് 1809 വന്നത്. പിന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ലാർജസ്റ്റ് നേഷൻ ടു ഡെവലപ്പ് ദ ഓംബുഡ്സ്മാനെ ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ ലാർജസ്റ്റ് നേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ബ്രിട്ടനാണ്. 1967 ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. 1961 വൈറ്റ് റിപ്പോർട്ട് ഉണ്ടാകുന്നത്. ആ വൈറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് 1961 ആ ഒരു വൈറ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് 1967 ആയപ്പോഴത്തേക്ക് ഒരു 6 വർഷം കഴിഞ്ഞിട്ട് ബ്രിട്ടനിൽ ഈ ഓംബുഡ്സ്മാൻ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രിട്ടൻ ഈസ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് നേഷൻ ടു പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് ദി ഓംബുഡ്സ്മാൻ എന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലാണെങ്കിൽ ഇതാദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു നാഷണൽ അല്ലെങ്കിൽ പൊതുവായിട്ടൊരു ഓംബുഡ്സ്മാൻ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നാഷണൽ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് പിന്നെ രാജ്യത്തിന് ഒന്നാകെ മൊത്തത്തിലൊരു ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ ആയിട്ടുള്ള ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പ്രസൻറ്റ് ചെയ്തത് അന്നത്തെ ലോ മിനിസ്റ്റർ ആയിട്ടുള്ള അശോക് കുമാർ സെന്നാണ്. അപ്പം ഈ ലോ മിനിസ്റ്ററിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് ലോ മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പല വ്യക്തികളുടെയും PM-ൻ്റെയും അണ്ടറിലായിട്ട് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പല പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും ലോ മിനിസ്റ്ററായിട്ട് സെർവ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അശോക് കുമാർ സെൻ. സോ അദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഈ ലോ മിനിസ്റ്ററാണ് 1963, അതായത് 1960കളുടെ തുടക്കത്തിൽ 1963 കാലഘട്ടത്തിൽ പറഞ്ഞത്. ഇങ്ങനൊരു പാർലമെൻറ്റിൽ ഫസ്റ്റ് ഇങ്ങനൊരു ഐഡിയ പറയുന്നത്, നാഷണൽ ഓംബുഡ്സ്മാൻ വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നത് ഇദ്ദേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ ലോക്പാൽ, എന്നിട്ട് ഈ നാഷണൽ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പിന്നീട് ലോക്പാലായിട്ട് മാറുന്നത്. അപ്പോൾ ലോക്പാൽ ലോകായുക്ത എന്ന് പറഞ്ഞ ഈ ടേം കൊടുത്തത് ആരാന്ന് വെച്ചാൽ, ആ ഒരു പേര് കൊടുത്തത് LM സിംഗ്വിയാണ്. അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1963 തന്നെയാണ്, സെയിം ഇയറിൽ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ARC, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ആദ്യത്തെ നമ്മുടെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 1966 ജനുവരി 5 തുടങ്ങുന്നത്. പിന്നെ ഒരു 4 വർഷം നീണ്ടു നിന്ന് 1970 വരെ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പം 1966 സ്റ്റാർട്ട് ചെയ്യുന്നു, 1970 അപ് ടു 1970. അപ്പോൾ ഇതിൻ്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ സെൻറ്ററിനായാലും സ്റ്റേറ്റിനായാലും രണ്ടിടത്തും എന്ത് വേണം, ലോക്പാൽ ലോകായുക്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും വേണം. ഫോർ ബോത്ത് ദ സെൻറ്റർ ആൻഡ് ഓൾസോ സ്റ്റേറ്റ്. വി ഹാവ് ടു സ്ട്രെസ് ദ സ്റ്റേറ്റിനെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞത് സെൻറ്ററിന് മാത്രമല്ല സ്റ്റേറ്റിനും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനിലാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. 1966 ജനുവരി 5 തുടങ്ങിയത്. സോ അത് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1968 1968 ഈ ലോക്പാൽ ബില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്? ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ലോക്പാൽ ബില്ല് ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ശാന്തിഭൂഷൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ലോക്പാൽ ബില്ല് ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് പലതവണ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. അതായത് ഏകദേശം ഒരു 8 തവണയോളം എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നു. 8ഓ 10ഓ, ഇത് കറക്റ്റ് പല സോഴ്സസിലും പലതാണ് കാണുന്നത്. 8-10 തവണയോളം ഇത് പരാജയപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പലതവണ ലോക്സഭയിൽ ഇത് പരാജയപ്പെടുന്നു. ചിലയിടത്ത് വെച്ചിട്ട് ലോക്സഭയിൽ ഇത് പാസ്സായെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ പിന്നീട് രാജ്യസഭയിൽ അതെന്ത് ചെയ്യുന്നു? പാസ്സാവുന്നു. 10 തവണയോളം പരാജയപ്പെട്ട ഒരു ബില്ലാണിതെന്ന് പറയുന്നത്. അതായത് ലോക്സഭയിൽ പാസ്സാക്കപ്പെട്ടിട്ടും പിന്നെ രാജ്യസഭയിൽ അത് ഫെയിലായിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ട്. അതായത് പാസ്സാക്കാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണ്, പബ്ലിക് സർവൻസിന് ഇൻക്ലൂഡിങ് PM, പ്രൈം മിനിസ്റ്ററിന് അഗനിസ്റ്റായിട്ട് വരെ ഉള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് പാസ്സാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അൺടിൽ 2011 വരെ. 2011 എന്താ സംഭവിച്ചതെന്ന് പറയാം.
അപ്പോൾ ഈ 2011 ആവുന്നതിന് മുന്നേ 2002 എം എൻ വെങ്കടാചലയ്യ ഹി വാസ് ദ ഹെഡ് ഓഫ് ദ കമ്മിറ്റി ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹി റെക്കമെൻഡഡ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. He also recommended that the Prime Minister to be kept out of the ambit of the authority. അതായത് എം എൻ വെങ്കടാചലയെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന, ഭരണഘടനയിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നതൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തി 2002. അപ്പോൾ അദ്ദേഹം ആ ഒരു ഇതിൽ റെക്കമെൻഡ് ചെയ്തെന്ന് വെച്ചാൽ എന്തായാലും ലോക്പാൽ ലോകായുക്ത വേണം, അത് റെക്കമെൻഡ് ചെയ്തു. ആൻഡ് ഹി ഓൾസോ പുട്ട് ഫോർവേഡ് ദ ഐഡിയ ദാറ്റ് പ്രൈം മിനിസ്റ്ററിനെ ആ ഒരു പരിധിയിൽ നിന്നും ഈ ഒരു അതോറിറ്റിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ. He said that he recommended that the Prime Minister to be kept out of the ambit of the authority. And 2005 ആയപ്പോൾ സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ വന്നു. അതിൻ്റെ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് വെച്ചാൽ വീരപ്പ മൊയ്ലിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്ത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ഉടനെ തന്നെ ലോക്പാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥാപിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു റെക്കമെൻഡേഷൻ വന്നു. ആൻഡ് അനദർ മേജർ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ഓഫ് ഹിം വാസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കണം ലോക്പാലിന് എന്നുള്ളത് പറഞ്ഞത് ഈ ഒരു സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനിലാണ്. വീരപ്പ മൊയ്ലിയുടെ ആ ഒരു സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനിലാണ് പറഞ്ഞത് എന്ത് കൊടുക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ്. വി നോ ദാറ്റ് ഇറ്റ് വാസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലേ. അപ്പോൾ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, പാർലമെൻറ്റ് നിയമം മൂലം ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഇത് പറയുകയാണ് ചെയ്തത്, അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് 2011 എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രണബ് മുഖർജിയുടെ പ്രണബ് മുഖർജിയാണ് ചെയർപേഴ്സണായിട്ട് വർക്ക് ചെയ്തത്. ആ ഒരു 2011 ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെടുത്തു, ഒരു 10 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റി. അപ്പം JDC നമുക്ക് പറയാൻ പറ്റും, ജോയിൻറ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണബ് മുഖർജി. അതിൻ്റെ ചെയർപേഴ്സൺ ആരായിരുന്നു വെച്ചാൽ ശാന്തിഭൂഷണെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരുമായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്, ചെയർപേഴ്സണായിട്ടും ചെയർപേഴ്സണായിട്ടും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സൊക്കെ ആയിരുന്നു ബാക്കിയുള്ളവരെല്ലാം. അങ്ങനെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഒരു JDC ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവർ ഈ ലോക്പാൽ ബില്ലിനെ അങ്ങ് എന്ത് ചെയ്തു, എക്സാമിൻ ചെയ്തു. ആ സമയത്ത് തന്നെയാണ് ഈ 11, 12, 10 കാലഘട്ടത്തിൽ തന്നെ, ആ ഒരു കാലയളവിൽ, ആ വർഷത്തിൽ തന്നെ അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് നടത്തി. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് 2013 ലോക്പാൽ ആൻഡ് ലോകായുക്ത ബില്ലെന്ന് പറയുന്നത് പാസ്സാവുന്നത്. അപ്പോൾ ഇതെങ്ങനെ പാസ്സാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊസീജിയേഴ്സ് അറിയാമല്ലേ. അപ്പോൾ ഫസ്റ്റ് രാജ്യസഭയിലാണ് ഇത് പാസ്സാവുന്നത്, December 17, 2013. അത് കഴിഞ്ഞ് 2013 December 18 ലോക്സഭ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പ്രസിഡൻറ്റ് സൈൻ ചെയ്യുന്നത്, അതായത് പ്രണബ് മുഖർജി തന്നെയാണ് സൈൻ ചെയ്യുന്നത്, 2014 January 1 കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 16 January 2014. അപ്പോൾ എന്നാണിത് നിലവിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 January 16 ഇത് നിലവിൽ വരുന്നത്. അപ്പം ഇത് നിലവിൽ വന്നിട്ടും പിന്നെയും ഇത് ഫോം ചെയ്യാനായിട്ട്, അതായത് ഈ നിയമം മാത്രമേ വന്നുള്ളൂ, ആ സ്ഥാപനം ഉണ്ടാകാനായിട്ട് കുറേ താമസം എടുത്തത്. 2019 March 19 ഈ സ്ഥാപനം വരുന്നത്, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അപ്പോഴും മാത്രമേ ഒരു ചെയർപേഴ്സണെ നിയമിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 2019 March 19 നിലവിൽ വരുന്ന ആ സമയത്താണ്, രൂപീകരിക്കുന്ന ആ സമയത്താണ് ചെയർപേഴ്സൺ വരുന്നത്. അതായത് പിനാക്കി ചന്ദ്രഘോഷ് എന്ന് പറഞ്ഞ PC ഘോഷാണ് ഇതിൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വൺ, അതായത് ഇപ്പോൾ കറണ്ടായിട്ടുള്ളത് AM ഖാൻവിൽക്കർ ആണുള്ളത്. ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ലോകായുക്തയെക്കുറിച്ചാണ് പറയാനുള്ളത്. ലോക്പാൽ മാറി ലോകായുക്തയാവും കേരളത്തിൽ വരുമ്പോഴത്തേക്കും. ഇത് 1998 November 15 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതായത് ഇവിടെ രൂപീകരണം നടന്നതിന് ശേഷമാണ് നിയമം വരുന്നത്. നിയമം വരുന്നത് 99 അതായത് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് ആ ഒരു നിയമത്തിന് കിട്ടുന്നത് 99 March 4 കിട്ടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ലോകായുക്ത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പാസ്സായിട്ടുണ്ട്, ഈ ഒരു സ്റ്റേറ്റിൽ പാസ്സായിട്ടുണ്ടെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രൂപീകരണം നടന്നിട്ടുണ്ട് 1998 November 15 തന്നെ രൂപീകരണം നടന്നു. പക്ഷേ ആ ഒരു നിയമം, ആ ഒരു ആക്ട് വന്നത് 1999 1999 March 4 പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് അതിന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒരു രൂപീകരണം വന്നതിന് ശേഷം, അത് രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് അതിൻ്റെ നിയമം വന്നത്. ആദ്യം നിയമമല്ലേ വരേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ ഇത് രൂപപ്പെടേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഗവർണറിൻ്റെ ഓർഡിനൻസ് വന്നായിരുന്നു. അപ്പോൾ ആ ഓർഡിനൻസ് മുഖാന്തരമാണ് ഇത് രൂപീകരണം നടന്നത്. ആ ഓർഡിനൻസ് പിന്നീട് പാർലമെൻറ്റ് കൂടിയ സമയത്ത് പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പാസ്സാക്കിയതാണ് 1999 March 4. അപ്പോൾ നിയമം ഇതെല്ലാം പാസ്സാക്കിയത്, പാർലമെൻറ്റ് പാസ്സാക്കിയത്
ഓർഡിനൻസ് വന്ന ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ബില്ല് ഇതെല്ലാം പാസ്സാക്കണം എന്നാണ് നിയമം. ഒരു ഗവർണറിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ അത് 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, പാർലമെൻറ്റ് അതിനെ പാസ്സാക്കി അതിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് വിത്തിൻ 6 മന്ത്സ് ആണ് ആ ഒരു കാലാവധി. അപ്പോൾ അതെടുത്തത് 1999 പാർലമെൻറ്റ് അത് പാസ്സാക്കുന്നത്. ആ നിയമം പ്രാബല്യത്തിൽ വരുന്ന എന്നാണ്. പക്ഷേ അതിന് മുന്നേ ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ലോകായുക്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് എൻ അനിൽകുമാറാണ്. ആദ്യത്തെ ലോകായുക്ത എന്ന് പറഞ്ഞിട്ടുള്ള PC ബാലകൃഷ്ണ മേനോനാണ് ആദ്യത്തെ ലോകായുക്ത കേരളത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുണ്ട്. അതായത് 2013 ഈ ആക്ട് വന്നത്. പിന്നെ ഇതിൻ്റെ ഭേദഗതി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 ഇതിൻ്റെ അമെൻമെൻറ്റ് ആക്ട് വരുന്നത്. 2016 അമെൻമെൻറ്റ് ആക്ടിൽ ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ പിന്നെ പറയും. അപ്പോൾ 30 ദിവസം എന്നായിരുന്നു ആദ്യ കാലങ്ങളിൽ പറഞ്ഞിരുന്നത്. ആദ്യത്തെ നിയമത്തിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ വിത്തിൻ 30 ഡേയ്സ് തന്നെ ഒരു പബ്ലിക് സർവൻറ്റ് ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 30 ഡേയ്സ് അവരുടെ അസറ്റ്, അവരുടെ ലയബിലിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയണം. ഇപ്പോൾ നമ്മൾ CM ആയിട്ട് ഇപ്പോൾ വിജയ് തമിഴ്നാട്ടിൽ കയറിയപ്പോഴത്തേക്കും നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന് എത്രത്തോളം ആസ്തിയുണ്ട്, വൈഫിന് എത്ര കൊടുത്തിട്ടുണ്ട്, സണ്ണിന് എത്ര കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇനത്തിൽ എത്ര പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും കൊടുത്തേ പറ്റത്തുള്ളൂ ഇവർക്ക്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തിൻ 30 ഡേയ്സ് ആയിരുന്നു ആ ടൈം ലിമിറ്റ് ആദ്യം കൊടുത്തിരുന്നത്. പക്ഷേ 2016 അമെൻമെൻറ്റ് വഴി എന്ത് ചെയ്തു, ആ 30 ഡേയ്സ് എന്നുള്ള ആ ടൈം ലിമിറ്റ് അങ്ങ് മാറ്റിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ടൈം ലിമിറ്റ് അങ്ങ് മാറ്റി. റീപ്ലേസസ് ദ ടൈം ലിമിറ്റ് ഓഫ് 30 ഡേയ്സ്. അതായത് 30 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആക്കി മാറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ലോക്പാലിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഒരു ചെയർപേഴ്സണും ഉണ്ട്, ബാക്കി 8 മെമ്പേഴ്സും ഉള്ളത്. ടോട്ടൽ 9 മാക്സിമം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയർപേഴ്സൺ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ 25 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളൊരു എക്സ്പേർട്ട് ആയിരിക്കണം. ഏതൊക്കെ ഏരിയയിലാണ് എക്സ്പേർട്ട് ആവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജിലൻസ്, ആൻറ്റി കറപ്ഷൻ പോളിസികൾ, അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ്, ഫിനാൻസ്, ലോ ആൻഡ് മാനേജ്മെൻറ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം. പിന്നെ ഈ 8 മെമ്പേഴ്സെന്ന് ഞാൻ പറഞ്ഞില്ലേ, 8-ൽ 4 പേരെന്ന് പറയുന്നത് ജുഡീഷ്യൽ മെമ്പേഴ്സും ബാക്കി 4 പേരെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കണം, നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് 4 പേരായിരിക്കും. അതിൽ പിന്നെ ഉള്ള പകുതിയോളം ആൾക്കാരെന്ന് പറഞ്ഞാൽ മിനിമം 50% മെമ്പേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഫ്രം SC ST OBC ഓർ മൈനോറിറ്റീസ് ഓർ വുമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 25 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം അവർക്ക് ഇത്തരം ഫീൽഡിലൊക്കെ. പിന്നെ അവരുടെ ടേം എന്ന് പറഞ്ഞാൽ ലോക്പാലിൻ്റെ ടേം എന്ന് പറയുന്നത് 5 ഇയേഴ്സ് 70 ഇയേഴ്സാണ്. 5 വർഷമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. പ്രായപരിധി 70 വയസ്സാണ് ഉള്ളത്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ലോകായുക്തയിൽ നേരെ എല്ലാം ഓപ്പോസിറ്റാണ്. ലോകായുക്തയിൽ പ്രസിഡൻറ്റിന് പകരം ഗവർണർ ആക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ലോക്പാൽ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം, പ്രസിഡൻറ്റിന് ആനുവൽ റിപ്പോർട്ടും കാര്യങ്ങളും സമർപ്പിക്കണം. ലോകായുക്ത ആകുമ്പോൾ ഗവർണറിനാണ് എന്ത് ചെയ്യേണ്ടത്, ആനുവൽ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ലോക്പാൽ ചെയർപേഴ്സണെയൊക്കെ സെലക്ട് ചെയ്യുന്നത്, അതിപ്പോൾ AM ഖാൻവിൽക്കർ ആണെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് എന്താണ് ലോക്പാലൊക്കെ ആയതുകൊണ്ട്, അഴിമതിയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്തായാലും കാണുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സ്പീക്കർ ഉണ്ട് ഓഫ് ലോക്സഭ, ആ ലോക്സഭയിലെ സ്പീക്കർ കാണും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ജഡ്ജ് കാണും, എമിനൻറ്റ് ജൂറിസ്റ്റ് കാണും. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ ആണ് അദ്ദേഹം ആ കമ്മിറ്റിയുടെ. അതുപോലെ തന്നെ സ്പീക്കർ ഓഫ് ലോക്സഭ, ദെൻ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ, CJI ഓർ എ ജഡ്ജ് നോമിനേറ്റഡ് ബൈ ഹിം ഓർ ഹർ ആൻഡ് എമിനൻറ്റ് ജൂറിസ്റ്റ്. ഇനി ഈ ലോക്പാൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു MP അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു പാർലമെൻറ്റിലൊരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അവർ ഒരു വോട്ട് ചെയ്തു, അതൊന്നും ലോക്പാൽ പരിഗണനയ്ക്ക് എടുക്കത്തില്ല. ലോക്പാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണനയ്ക്ക് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഒരു MP അല്ലെങ്കിൽ ഒരു പിന്നെ ലോകായുക്തയിലാണെങ്കിൽ MLA ആവാം,
അല്ലെങ്കിൽ ലോക്പാലിലാണെങ്കിൽ MP ആവാം, മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ഇവരൊക്കെ പാർലമെൻറ്റിൽ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഒന്നും ഇവർ പരിഗണനയിൽ എടുക്കാറില്ല. അതുപോലെ തന്നെ എല്ലാ പബ്ലിക് ഒഫീഷ്യൽസും അവരുടെ അസറ്റ്സ് ഫർണിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേസ് എപ്പോഴും CBIക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ CBI ഓഫീസറെ ഈ ലോക്പാലിന് അനുമതി ഇല്ലാതെ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പവർ അവർക്കുണ്ട്, ലോക്പാലിനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ പബ്ലിക് സർവൻസിന് എന്തെങ്കിലും കറപ്ഷനോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനുള്ള പവറും ഇവർക്കുണ്ട്. അതിന് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനുള്ള പവർ ഇവർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CBI ഓഫീസേഴ്സിനെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ ആര് വേണം? ലോക്പാൽ വേണം. അവരുടെ അനുമതി കിട്ടിയാലേ അവരെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റ് പബ്ലിക് സർവൻസിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണോ സസ്പെൻഡ് ചെയ്യണോ എന്നുള്ളതിലും റെക്കമെൻഡ് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട്. പിന്നെ ഇവരുടെ കണ്ടുകിട്ടിയ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കാനുള്ളൊരു അധികാരം ഇവർക്കുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് ഇവർക്കുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് ഇവർക്ക് ഉള്ളത്. അതുപോലെ തന്നെ ലോക്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൂറിസ്ഡിക്ഷനിൽ വരുന്ന, അതായത് ഇതിൻ്റെ പരിധിക്കകത്ത് വരുന്നത്, ആർക്കൊക്കെ എതിരെ അന്വേഷിക്കാം എന്നുള്ളതിൽ വരുന്നത്, ഒന്ന് പ്രൈം മിനിസ്റ്റർ, 2 മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് MPs വരുന്നുണ്ട്, പിന്നെ ABCD കാറ്റഗറിയിലുള്ള ഓഫീസേഴ്സ് വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാത്തവരാരാന്ന് വെച്ചാൽ ജുഡീഷ്യറി, അതായത് സുപ്രീം കോടതി, ഹൈക്കോടതിയിലുള്ള ആൾക്കാരൊന്നും വരത്തില്ല, ജഡ്ജസ് ഒന്നും. അതുപോലെ സൈനിക വിഭാഗം എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പം ABCD കാറ്റഗറി എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ആർമി ഫോഴ്സസ് ഒക്കെ വരുന്നുണ്ടെന്ന്. അവരാരും ലോക്പാലിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജുഡീഷ്യറി, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നില്ല. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ലോകായുക്തയെക്കുറിച്ച് പറയുമ്പോൾ, ലോകായുക്തയിൽ 3 മെമ്പേഴ്സാണുള്ളത്. 3 മെമ്പേഴ്സ്. മറ്റേതിൽ എത്രയായിരുന്നു? 9 മെമ്പേഴ്സ്. ഇതിൽ 3 മെമ്പേഴ്സ്. അപ്പോൾ ഒരു ലോകായുക്തയുണ്ട്, 2 ഉപലോകായുക്തയും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കേരളത്തിൽ എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വികാസ് ഭവനിലാണ് ലോകായുക്ത ഉള്ളത്. അതുപോലെ ഇത് ആദ്യമായിട്ട് ലോകായുക്ത നിയമം വന്നത് ഒഡീഷയിലാണ് 1970. പക്ഷേ ഈ നിയമം വെച്ചിട്ട് അത് രൂപീകരിക്കപ്പെട്ടത് എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ 1971 രൂപീകരിക്കപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അവിടെയും 1971 കൊടുത്തിട്ടുണ്ട് ചിലയിടത്ത്, ചിലയിടത്ത് 1972, ചിലയിടത്ത് 1971 to 1972 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു ഹൈഫൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഫസ്റ്റ് ലോകായുക്ത രൂപീകരിച്ചത് മഹാരാഷ്ട്ര, പക്ഷേ നിയമം വന്നത് ഒഡീഷയിൽ 1970. നെക്സ്റ്റ് ഈ ഒരു രാജി കൊടുക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ, ഗവർണർക്കാണ്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. കേരളത്തിൽ എപ്പോഴായിരുന്നു നിലവിൽ വന്നതെന്നും എപ്പോഴാണ് നിയമം വന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. ആരൊക്കെയാണ് ഇതിൻ്റെ പരിധിയിൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്രിമാർ, MLA മാർ, CM, അതുപോലെ LSGD തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ ലോകായുക്തയുടെ കീഴിൽ വരുന്ന ഒന്നാണെന്ന് പറയാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് ഗവർണർ അപ്പോയിൻറ്റ്സ് മെമ്പേഴ്സ്. ഫസ്റ്റ് ലോകായുക്തയും ഇപ്പോൾ കറണ്ടായിട്ടുള്ള ലോകായുക്തയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ സർവകലാശാലകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ലോകായുക്തയുടെ അണ്ടറിലാണ് വരുന്നത്. ഡോണ്ട് ബി ഗ്രീഡി ഓൺ എനിവൺസ് വെൽത്ത്. മറ്റുള്ളവരുടെ സമ്പത്തിൽ അത്യാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ലോക്പാലിൻ്റെ ഒരു വാക്യമാണ് എന്ന് പറയാം. ലോക്പാൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സംസ്കൃതം വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലോക്പാൽ മീൻസ് ജനങ്ങളെ സംരക്ഷിക്കുക, ജനസംരക്ഷകൻ. അപ്പോൾ ആദ്യമായിട്ട് ലോക്പാൽ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഓൾറെഡി ഞാൻ പറഞ്ഞു, ശാന്തിഭൂഷണായിരുന്നു. എന്നായിരുന്നു? 1968. പക്ഷെ അത് പാസ്സായോ? പാസ്സായില്ല. ലോക്പാൽ മെമ്പർ ആവാനുള്ള കുറഞ്ഞ പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 45 വയസ്സാണ്. 45 വയസ്സ്. കാരണം 25 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള എക്സ്പെർട്ടൈസിനെയൊക്കെയാണ് നമ്മൾ ചെയർപേഴ്സണായിട്ട് എടുക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തായാലും നല്ല പ്രായമുള്ള ആളായിരിക്കും അല്ലേ. അപ്പോൾ 45 years ആണ് ഏറ്റവും കുറഞ്ഞ പ്രായം ലോക്പാൽ മെമ്പർ ആവാനുള്ള. അതുപോലെ തന്നെ ലോക്പാൽ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ള വ്യക്തി ആരാന്ന് വെച്ചാൽ പ്രശാന്ത് മിശ്രയാണ്. പിന്നെ ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്ന കുറച്ച് കട്ടിയുള്ള ഒരു വാക്കാണ്. മാഗ്വത കസ്യ സിദ്ധത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. ഈശാവാസ്യോപനിഷത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കാണിതെന്ന് പറയുന്നതാണ് ലോക്പാലിൻ്റെ ആപ്തവാക്യം. അപ്പോൾ ഈ ആപ്തവാക്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മാഗ്വത കസ്യ സിദ്ധത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രോം ഉപനിഷത്ത്, ഈശാവാസ്യോപനിഷത്ത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ.
ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഓംബുഡ്സ്മാനെ കുറിച്ചൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെയുള്ള അതാണ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഈ കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ വീഴ്ചകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ജീവനക്കാരാണ് ഓംബുഡ്സ്മാൻ. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 1809 സ്വീഡനിലാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞു. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റിനെ ശുപാർശ ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനം കമ്മിറ്റിയാണ്. ഇത് നിലവിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2000 മെയ് 29 നിലവിൽ വരുന്നത്. ഗവർണറാണ് ഓംബുഡ്സ്മാനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തത് അല്ലേ. അപ്പം LSGD ആയതുകൊണ്ട് തന്നെ 3 years മാത്രമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LSGD എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഓംബുഡ്സ്മാന് ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് കേരളത്തിലാണ്. അതുകൂടെ ഓർത്തിരിക്കുക. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഴിമതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാനെ ആദ്യമായിട്ട് നിയമിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലാണെന്നുള്ളത്. 3 years ഒരു കാലാവധി. ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യം ഇത് നിലവിൽ വരുന്ന 2000. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഓംബുഡ്സ്മാൻ വന്നിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2000 മെയ് 29 കേരളത്തിൽ വരുന്നത്. അപ്പോൾ ലോകായുക്ത എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1998 വന്നു അല്ലേ. 1998 നവംബർ 15 അത് വന്നതെന്ന് പറയാം. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സന്താനം കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ KM മുൻഷിയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. KM മുൻഷി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പറായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അംബേദ്കറിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു KM മുൻഷി. അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തിന് രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ജാതകം, പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരായിരുന്നു? KM മുൻഷി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് 1938 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഭാരതീയ വിദ്യാഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് വൻ മഹോത്സവ്, അതായത് ആനുവൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്, ട്രീ പ്ലാന്റിങ് ഫെസ്റ്റിവലാണ്. അത് സ്റ്റാർട്ട് ചെയ്തതും അദ്ദേഹമാണ്, KM മുൻഷി. ഇപ്പോൾ ഒരു ആഴ്ച എങ്ങാണ്ടുണ്ട്, ഒരു വീക്കിൽ നമ്മൾ വൻ മഹോത്സവമായിട്ടാണ് ആചരിക്കുന്നത്. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, ജൂലൈ ആയിരുന്നു എന്നൊരു സംശയമുണ്ട്, ആരോണോ. അപ്പം ആ ഒരു ഇതൊക്കെ തുടങ്ങിയ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കറപ്ഷൻ ഏജൻസി, അതായത് ഇന്ത്യയിൽ ആദ്യമായി അഴിമതി തടയുന്നതിന് വേണ്ടി ഒരു ആൻറ്റി കറപ്ഷൻ ഏജൻസി വേണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അഴിമതി തടയാൻ വേണ്ടിയിട്ടൊരു ആൻറ്റി കറപ്ഷൻ ഏജൻസി വേണമെന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ KM മുൻഷിയാണ്. അശോക് കുമാർ സെൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ വേണം, അല്ലെങ്കിൽ നാഷണൽ ആയിട്ടുള്ള ഒരു ഓംബുഡ്സ്മാൻ വേണം എന്ന് പാർലമെൻറ്റിൽ 1963 പറഞ്ഞ വ്യക്തിയാണ് അശോക് കുമാർ സെൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. KM മുൻഷി ആണെങ്കിൽ ആദ്യമായിട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നതിന് മുന്നേ, അശോക് കുമാർ സെൻ പറയുന്നതിന് മുന്നേ തന്നെ അഴിമതി തടയുന്നതിന് വേണ്ടി ഒരു ആൻറ്റി കറപ്ഷൻ ഏജൻസി വേണം, അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മളൊരു PM അല്ലെ, പ്രൈം മിനിസ്റ്ററിനെതിരായിട്ട് നമ്മളിപ്പോൾ ഒരു കേസ് എടുക്കുകയാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററിനെതിരായിട്ട് കേസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമുക്കങ്ങനെ കേസെടുക്കാൻ പറ്റില്ല. ഒരു ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കെതിരെ ലോക്പാലിന് അങ്ങനെ പെട്ടെന്ന് കേസെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കേസെടുക്കണമെങ്കിൽ ആ സഭയിലെ പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ, അതായത് 2/3 മെജോറിറ്റി എന്നാണ് പറയുന്നത്, ആ സഭയിലുള്ള പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ ആ കേസ് പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ അത് നിലനിൽക്കൂ, അല്ലെങ്കിൽ അത് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ലോക്പാലിൻ്റെ അന്വേഷണ വിഭാഗത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറി ഓഫ് ഇന്ത്യ, അതിന് ഇക്വലൻ്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറിക്ക് ഇക്വലൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ലോക്പാലിൻ്റെ അന്വേഷണ വിഭാഗത്തിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്.